ഹരേ രാമ ഹരേ കൃഷ്ണ. എല്ലാവർക്കും നമസ്കാരം. മാർച്ച് 3 മുതൽ ഈ നക്ഷത്ര ജാതകരുടെ സമയം തെളിയും. ഇവരെ കാത്തിരിക്കുന്നത് മഹാഭാഗ്യവും രാജയോഗവുമാണ്. ഈ 9 നക്ഷത്ര ജാതകർക്ക് നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ സ്വപ്നങ്ങളെല്ലാം തന്നെ പൂവണിയുവാൻ പോകുന്ന ദിവസമാണ് മാർച്ച് 3 മുതൽ. 2026 മാർച്ച് 3 അസ്തമിച്ച്, അതായത് 1201 കുംഭം 19 ബുധനാഴ്ച ചിങ്ങം രാശിയിൽ കേതു ഗ്രഹസ്ഥ ചന്ദ്രഗ്രഹണം നടക്കും. ഈ ദിവസം രാഹു കടന്നു പോകുന്ന കുംഭം രാശിയിൽ ചതയം നക്ഷത്രത്തിൻ്റെ 4-ാം പാദത്തിൽ സൂര്യൻ സ്പർശിക്കുകയും കേതു സഞ്ചരിക്കുന്ന പൂരം നക്ഷത്ര സമൂഹത്തിലൂടെ സഞ്ചരിച്ച് പൂരം നക്ഷത്രത്തെ സ്പർശിച്ച് ചന്ദ്രൻ കടന്നു പോവുകയും ചെയ്യുമ്പോൾ സംഭവിക്കുന്ന ഈയൊരു സൗരയൂഥ പ്രതിഭാസമാണ് ഈ നക്ഷത്ര ജാതകർക്കിനി സമയം തെളിയിക്കുന്നത്. ഈയൊരു ഗ്രഹണത്തിൽ നേരിട്ട് പങ്കാളികളാകുന്ന പൂരം, ചതയം, അവയുടെ അനുജന്മ നക്ഷത്രങ്ങളായ ഭരണി, പൂരാടം, തിരുവാതിര, ചോതി, ഇവയുടെ വേദനക്ഷത്രങ്ങളായ അത്തം, ഉത്രട്ടാതി ഇവയിൽ ജനിച്ചവർക്ക് ഗ്രഹണം പൊതുവെ പ്രതികൂലമായ ഫലങ്ങൾ സമ്മാനിക്കും. ആയതിനാൽ ഈ നക്ഷത്ര ജാതകരായ ആളുകൾ ഗ്രഹണം മുതൽ 3 ദിവസം ക്ഷേത്രദർശനം നടത്തിയോ അതിന് കഴിഞ്ഞില്ലെങ്കിൽ സ്വന്തം ഭവനത്തിലിരുന്നു ശിവഭജനം നടത്തുന്നത് വളരെയധികം ഗുണകരമാണ്. ഇനി നിങ്ങൾ ജനിച്ച രാശിയുടെ അടിസ്ഥാനമാക്കി അനുഭവത്തിൽ വരുവാൻ ഇടയുള്ള ഫലങ്ങളും പരിഹാരങ്ങളും പറയാം. ആദ്യം മേടം രാശിക്കാരാണ്. അശ്വതി, ഭരണി, കാർത്തിക ആദ്യ കാൽഭാഗം നിങ്ങൾ ഏർപ്പെടുന്ന എല്ലാവിധ കാര്യങ്ങളിലും വിജയം ഉറപ്പാണ്. അതുപോലെ വിദ്യാഭ്യാസപരമായും തൊഴിൽപരമായും വളരെയധികം നേട്ടങ്ങൾ കൊയ്യുവാൻ സാധിക്കും. വിദേശത്ത് നിന്നും നാട്ടിൽ തിരിച്ചെത്തുവാൻ കഴിയുന്നതാണ്. അതുപോലെ വരവിനൊപ്പം നിങ്ങൾക്ക് ധനച്ചെലവും ഉണ്ടാകും. സന്താന ഗുണം വർദ്ധിക്കുന്നതാണ്. വാക്കു തർക്കങ്ങളിൽ ഏർപ്പെട്ട് വളരെയധികം അപമാനമുണ്ടാകാൻ ഇടയുള്ള കാലമായതിനാൽ ഇത്തരം കാര്യങ്ങളിൽ വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ്. അതുപോലെ കഫജന്യ രോഗങ്ങൾ പിടിപെടാം. മാനസികമായ സമ്മർദ്ദങ്ങളും പിരിമുറുക്കവും വർദ്ധിക്കും. ദാമ്പത്യ ജീവിതത്തിൽ ചെറിയ അസ്വാരസ്യങ്ങൾ ഉടലെടുക്കുന്നതാണ്. മുതിർന്ന ബന്ധുക്കൾക്ക് അനാരോഗ്യം. അതുപോലെ ജീവിത പങ്കാളിക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഉന്നതി. മാതാവിനോ തത്തുല്യരായ ആളുകൾക്കോ അരിഷ്ടതകൾ ഇവയുണ്ടാകുന്നതാണ്. പ്രത്യേകിച്ചും രോഗങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾക്കും വളരെയധികം മോചനമുണ്ടാകും. നിങ്ങളുടെ സഹോദരങ്ങൾക്കിടയിൽ അരിഷ്ടതകൾക്കുള്ള സാധ്യതയുണ്ട്. ഉത്തരവാദിത്തങ്ങളെല്ലാം തന്നെ വർദ്ധിക്കുന്ന കാലമാണ്. ഊഹക്കച്ചവടത്തിൽ യാതൊരു കാരണവശാലും ഏർപ്പെടരുത്. ബന്ധുക്കളെ താൽക്കാലികമായി നിങ്ങൾക്ക് പിരിഞ്ഞു കഴിയേണ്ട സാഹചര്യം ഉദയം ചെയ്യുന്നതാണ്. ദോഷശമനത്തിനും ഗുണവർദ്ധനവിനുമായി നിങ്ങളുടെ നാളിൽ ദേവീ ക്ഷേത്രത്തിൽ ഭഗവതി സേവ നടത്തിച്ച് തൊഴുതു പ്രാർത്ഥിക്കുക. ഇതിന് സാധിക്കാത്ത ആളുകൾ ഭവനത്തിൽ നിത്യേന ദേവി മഹാത്മ്യ പാരായണം നടത്തുന്നതും വളരെയധികം ഗുണകരമാണ്. അടുത്തത് ഇടവം രാശിക്കാരാണ്. കാർത്തിക അവസാന മുക്കാൽ ഭാഗം, രോഹിണി, മകയിരം ആദ്യ പകുതി. നിങ്ങൾക്കാത്മീയമായ കാര്യങ്ങളിൽ വളരെയധികം താല്പര്യമുണ്ടാകും. പൂർവിക സ്വത്ത് ലഭിക്കുവാനുള്ള യോഗമുള്ള കാലമാണ്. യാത്രകൾക്കിടയിൽ വീഴ്ച, പരിക്ക് ഇവയുണ്ടാകുവാനുള്ള സാധ്യതയുണ്ട്. ഇടയ്ക്കിടെ ശാരീരികമായി എന്തെങ്കിലും അരിഷ്ടതകൾ വന്നു പെടുന്നതാണ്. ബിസിനസ്സുകളിൽ നിന്നും വളരെയധികം നേട്ടമുണ്ടാകും. തൊഴിൽപരമായ സ്ഥലം മാറ്റമുണ്ടാകുന്നതാണ്. ഗൃഹത്തിൽ ശാന്തത കൈവരിക്കുവാൻ സാധിക്കുന്നതാണ്. കലാരംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകൾക്ക് എല്ലാ രീതിയിലും മികച്ച നേട്ടങ്ങൾ ഉണ്ടാകും. ബന്ധുഗൃഹങ്ങളിൽ മംഗളകർമ്മങ്ങൾ നടന്നു കിട്ടുന്നതാണ്. അതുപോലെ ബന്ധുജനങ്ങളുമായി കൂടുതലായി അടുത്തു കഴിയുവാനുള്ള അവസരവും വന്നു ചേരും. അതുപോലെ തന്നെ സാമ്പത്തികമായി പുതിയ പദ്ധതികളിൽ പണം മുടക്കുവാനും അതിൽ നിന്നും മികച്ച നേട്ടം കൈവരിക്കുവാനും സാധിക്കുന്നതാണ്. നിങ്ങളുടെ അധികാരികളിൽ നിന്നും എല്ലാ രീതിയിലും നിങ്ങൾക്ക് അനുകൂലമായ തീരുമാനം വന്നു ചേരും. ദാമ്പത്യ ജീവിതത്തിൽ നിലനിന്നിരുന്ന എല്ലാവിധ പ്രശ്നങ്ങളും ശമിക്കുന്നതാണ്. ഭവന നിർമ്മാണം പൂർത്തീകരിക്കുവാൻ സാധിക്കും. ഉദര സംബന്ധമായ അസുഖങ്ങൾ വന്നുപെടുവാൻ ഇടയുള്ള കാലമാണ്.
സർക്കാരിൽ നിന്നും ആനുകൂല്യങ്ങൾ ഉണ്ടാകും. ദോഷശമനത്തിനും ഗുണവർദ്ധനവിനുമായി നിങ്ങൾ മഹാവിഷ്ണു ഭജനം നടത്തുക. വ്യാഴാഴ്ചകളിൽ വിഷ്ണു ക്ഷേത്ര ദർശനം നടത്തി പ്രാർത്ഥിക്കുക. നെയ്വിളക്ക് കൊളുത്തുന്നതും തുളസിമാല ചാർത്തിക്കുന്നതും വളരെയധികം ഗുണകരമാണ്. അടുത്തത് മിഥുനം രാശിക്കാരാണ്. മകയിരം രണ്ടാം പകുതി ഭാഗം, തിരുവാതിര പുണർതം ആദ്യ മുക്കാൽ ഭാഗം. നിങ്ങൾക്ക് ഇതുവരെ ഉണ്ടായിരുന്ന രോഗാദി ദുരിതങ്ങളെല്ലാം ശമിച്ചു കിട്ടുന്നതാണ്. എങ്കിലും ആരോഗ്യകാര്യത്തിൽ അല്പം ശ്രദ്ധിക്കുന്നതും ഗുണകരമാണ്. ഗൃഹ അന്തരീക്ഷത്തിൽ നിലനിന്നിരുന്ന എല്ലാവിധ പ്രശ്നങ്ങളും തീർന്നു കിട്ടും. കുടുംബത്തിൽ സ്ത്രീ ജനങ്ങൾ മുഖേന കലഹ സാധ്യതയുണ്ട്. ബന്ധുജനങ്ങളെ പിരിഞ്ഞു കഴിയേണ്ടി വരാം. സുഹൃത്തുക്കളുടെ വിവാഹത്തിൽ സംബന്ധിക്കുവാൻ സാധിക്കും. വ്യവഹാരങ്ങളിൽ തിരിച്ചടി ഉണ്ടായേക്കാം. അതുപോലെ നിങ്ങൾ ഏറ്റെടുക്കുന്ന പ്രവൃത്തിയിലെല്ലാം തന്നെ വിജയം കാണുന്ന സമയമാണ്. ജീവിത പങ്കാളിക്ക് ഏതെങ്കിലും തരത്തിലുള്ള രോഗാരിഷ്ടതകൾക്കുള്ള സാധ്യതയുണ്ട്. വിദ്യാഭ്യാസപരമായി വിദ്യാർത്ഥികൾക്ക് വളരെയധികം നേട്ടങ്ങൾ കൈവരിക്കുവാൻ കഴിയുന്നതാണ്. അതായത് മത്സര പരീക്ഷകളിൽ വിജയം. സഹോദരങ്ങൾക്ക് വേണ്ടി പണച്ചെലവുണ്ടാകും. നിങ്ങൾക്ക് പ്രത്യേകിച്ചും പ്രധാന തൊഴിലിൽ നിന്നല്ലാതെ അപ്രതീക്ഷിതമായ ധനവരുമാനം വന്നു ചേരും. പരിക്ക്, രോഗാതി ദുരിതം എന്നിവ മൂലം ജോലികളിൽ നിന്നും വിട്ടുനിന്ന ആളുകൾക്ക് തിരികെ ജോലിയിൽ പ്രവേശിക്കുവാൻ സാധിക്കുന്ന കാലമാണ്. ഔഷധ സേവകളിൽ നിന്നും അലർജി പിടിപെടുവാൻ ഇടയുണ്ട്. ജന്മനാളിൽ നിങ്ങൾ ക്ഷേത്ര ദർശനം നടത്തി ഗണപതി ഹോമം നടത്തുക. നിത്യേന ഭവനത്തിൽ ഗണപതി അഷ്ടോത്തര ജപം നടത്തുന്നതും വളരെയധികം ഗുണകരമാണ്. അടുത്തത് കർക്കിടകം രാശിക്കാരാണ്. പുണർതം അവസാന കാൽഭാഗം, പൂയം ആയില്യം. നിങ്ങളുടെ പിതാവിന് ഏതെങ്കിലും തരത്തിലുള്ള അരിഷ്ടതകൾ ഉണ്ടാകും. അതുപോലെ നിങ്ങൾക്ക് അനുകൂലമായി പ്രവർത്തിച്ചിരുന്ന ആളുകൾ പിന്നോക്കം പോകുവാൻ ഇടയുള്ള കാലമാണ്. അതുപോലെ തന്നെ അനാരോഗ്യം മൂലം മുൻ തീരുമാനങ്ങളെല്ലാം തന്നെ മാറ്റിവെക്കേണ്ട സ്ഥിതി ഉണ്ടാകും. വിദേശ സഞ്ചാരം സാധ്യമാകും. വാഹനം, ഭൂമി എന്നിവ വാങ്ങുവാനുള്ള തീരുമാനം നീട്ടിവെക്കേണ്ടി വരുന്നതാണ്. പ്രത്യേകിച്ചും ലഹരി വസ്തുക്കളിൽ നിങ്ങൾക്ക് താല്പര്യം വർദ്ധിക്കും. വിലപ്പെട്ട രേഖകൾ കൈമോശം വരുവാനിടയുള്ള കാലമാണ്. കഴിയുന്നതും നിങ്ങൾ ദീർഘദൂര യാത്രകൾ ഒഴിവാക്കുന്നതാണ് നല്ലത്. ബന്ധുജന സഹായത്തിന് ശ്രമിച്ചാൽ യാതൊരു രീതിയിലും വിജയിക്കുന്ന കാലമല്ല. അതുപോലെ കാർഷിക മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളുകൾക്ക് വളരെയധികം നേട്ടങ്ങൾ ഉണ്ടാകും. ബന്ധുജന സഹായം വഴി സാമ്പത്തികമായ വിഷമതകളെല്ലാം തന്നെ മറികടക്കുന്നതാണ്. സർക്കാർ ജീവനക്കാർക്ക് തടസ്സപ്പെട്ട് കിടന്നിരുന്ന പ്രമോഷൻ ലഭിക്കും. ഉദ്യോഗാർത്ഥികൾക്ക് ഇന്റർവ്യൂവിൽ നേട്ടം കൈവരിക്കുവാൻ കഴിയുന്നതാണ്. സർക്കാർ ജോലി ലഭിക്കുവാനുമുള്ള ഭാഗ്യമുണ്ട്. പ്രേമബന്ധങ്ങളിൽ ഏർപ്പെട്ടിരുന്ന ആളുകൾക്ക് അംഗീകാരം ലഭിക്കും. സന്താന ഗുണമുണ്ടാകുന്നതാണ്. നിങ്ങൾ ദോഷശമനത്തിനും ഗുണവർദ്ധനവിനുമായി ധർമ്മശാസ്താവിനെ ഭജിക്കുക. ശനിയാഴ്ചകളിൽ ശാസ്താവിങ്കൽ നീരാഞ്ജനം കത്തിക്കുക. എള്ള് പായസ നിവേദ്യം നടത്തുന്നതും വളരെയധികം ഗുണകരമാണ്. അടുത്തത് ചിങ്ങം രാശിക്കാരാണ്. മകം, പൂരം, ഉത്രം ആദ്യ കാൽഭാഗം. നിങ്ങളുടെ വാസസ്ഥാനത്തിന് മാറ്റമുണ്ടാകാം. ഉദ്യോഗസ്ഥർക്ക് സ്ഥലം മാറ്റം, ഇഷ്ടസ്ഥാനലബ്ധി എന്നിവ പ്രതീക്ഷിക്കാവുന്നതാണ്. പണച്ചെലവുള്ള കാര്യങ്ങളിൽ നിങ്ങൾക്ക് ഏർപ്പെടേണ്ടി വരും. പൊതുപ്രവർത്തന രംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകൾക്ക് വളരെയധികം ജനസമ്മതി ഉണ്ടാകുന്നതാണ്. ആരോഗ്യപരമായ സ്ഥിതി വളരെയധികം മെച്ചപ്പെടും. നിങ്ങളുടെ വാഹനത്തിനായി പണം ധാരാളം മുടക്കേണ്ടി വരുന്ന കാലമാണ്. സഞ്ചാര ക്ലേശം അനുഭവിക്കും. അന്യരുമായി ഇടപെട്ട് മാനഹാനിക്കുള്ള സാധ്യതയുണ്ട്. വിദേശ യാത്രക്കുള്ള ശ്രമങ്ങൾ വിജയം കൈവരിക്കുന്നതാണ്. മത്സര പരീക്ഷ, ഇന്റർവ്യൂ ഇവയിൽ വിജയിക്കുവാൻ സാധിക്കും. രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് എതിർപ്പുകളെ നേരിടേണ്ടി വരുന്നതാണ്. സഞ്ചാര ക്ലേശം വർദ്ധിക്കും. കുടുംബത്തിലെ മുതിർന്ന അംഗത്തിന് രോഗാരിഷ്ടതയുണ്ടാകുവാനുമുള്ള സാധ്യതയുള്ള കാലമാണ്. ഭക്ഷണ സുഖം വർദ്ധിക്കും. കടങ്ങളെല്ലാം തന്നെ ഒരു പരിധിവരെ വീട്ടുവാൻ സാധിക്കുന്ന കാലമാണ്. നിങ്ങളുടെ സന്താനങ്ങൾക്ക് വളരെയധികം ഉന്നമന യോഗമുണ്ട്. ആരോഗ്യപരമായി നേത്രരോഗ സാധ്യതയും വരുന്ന കാലമാണ്. ദോഷശമനത്തിനും ഗുണവർദ്ധനവിനുമായി നിങ്ങൾ ശ്രീകൃഷ്ണ ഭജനം നടത്തുക. ബുധനാഴ്ചകളിൽ ശ്രീകൃഷ്ണ സ്വാമിക്ക് വെണ്ണ, അവൽ ഇവ നിവേദിക്കുന്നതും വളരെയധികം ഗുണകരമാണ്. അടുത്തത് കന്നി രാശിക്കാരാണ്. ഉത്രം അവസാന മുക്കാൽ ഭാഗം, അത്തം ചിത്തിര ആദ്യ പകുതി ഭാഗം.
തൊഴിൽ തേടുന്ന ആളുകൾക്ക് വളരെയധികം അനുകൂലമായ സമയമാണ്. ബന്ധുജന സഹായം വഴി പെട്ടെന്നുള്ള കാര്യസാധ്യമുണ്ടാകും. വിവാഹാലോചനകളെല്ലാം തന്നെ തീരുമാനത്തിലെത്തുന്നതാണ്. കടം വീട്ടുവാനും പണയ ഉരുപ്പടികൾ തിരിച്ചെടുക്കുവാനും കഴിയുന്നതാണ്. നിങ്ങളുടെ സഹോദരങ്ങൾക്ക് വേണ്ടി പണം ചെലവാക്കേണ്ടി വരും. വ്യവഹാരങ്ങളിൽ വിജയം, മേലുദ്യോഗസ്ഥരിൽ നിന്നും പ്രശംസ, സഹപ്രവർത്തകരുമായിരുന്ന തർക്കങ്ങളെല്ലാം തന്നെ പരിഹൃതമാകുന്ന കാലമാണ്. പെരുമാറ്റത്തിൽ കൃത്രിമത്വം കലർത്തി വിരോധം സമ്പാദിക്കേണ്ടി വരും. ബന്ധുജന ഗുണം വർദ്ധിക്കുന്നതാണ്. പൊതുപ്രവർത്തകർക്ക് ജനസമ്മതി വർദ്ധിക്കുന്ന കാലമാണ്. ഇരുചക്ര വാഹനം വാങ്ങുവാൻ സാധിക്കും. സ്വജനങ്ങളിൽ ആർക്കെങ്കിലും ഉന്നത സ്ഥാനലബ്ധി ഉണ്ടാകും. പ്രശ്ന പരിഹാരത്തിനായി മറ്റുള്ളവരുടെ സഹായം തേടേണ്ടി വരുന്നതാണ്. കുടുംബസമേതം വിനോദങ്ങൾ, കലാപരിപാടികൾ എന്നിവയിൽ സംബന്ധിക്കുവാൻ കഴിയുന്നതാണ്. നിങ്ങൾ ഗുണവർദ്ധനവിനും ദോഷശമനത്തിനുമായി ശിവഭജനം നടത്തുക. ശിവാഷ്ടോത്തരം നിത്യേന പാരായണം ചെയ്യുക. ശിവങ്കൽ എള്ളെണ്ണ വിളക്കിൽ ഒഴിപ്പിച്ചു പ്രാർത്ഥിക്കുന്നതും വളരെയധികം ഗുണകരമാണ്. യഥാശക്തി അന്നദാനം നടത്തുന്നതും ഇരട്ടി ഫലത്തിന് കാരണമാകും. അടുത്തത് തുലാം രാശിക്കാരാണ്. ചിത്തിര രണ്ടാം പകുതി ഭാഗം, ചോതി വിശാഖം ആദ്യ മുക്കാൽ ഭാഗം. നിങ്ങളുടെ ഗൃഹത്തിൽ അറ്റകുറ്റപ്പണികൾ വേണ്ടിവരും. തടസ്സങ്ങൾ മാറി വളരെയധികം കാര്യപുരോഗതി ഉണ്ടാകുന്ന കാലമാണ്. പുതിയ ഗൃഹ ഉപകരണങ്ങൾ വാങ്ങും. ബിസിനസ്സിൽ പണച്ചെലവ് വർദ്ധിക്കുന്നതാണ്. ദമ്പതികൾ ഒന്നിച്ച് യാത്രകൾ നടത്തുവാൻ കഴിയും. തൊഴിൽ രംഗത്തു നിന്നും അവധിയെടുത്ത് പുണ്യസ്ഥല സന്ദർശനം നടത്തുവാൻ കഴിയുന്നതാണ്. ദീർഘദൂര യാത്രക്കായി പണച്ചെലവുണ്ടാകും. ത്വക്ക് രോഗസാധ്യതയുണ്ട്. പുതിയ പദ്ധതികളെക്കുറിച്ച് ആലോചിക്കുന്ന കാലം കൂടിയാണ്. ആരോഗ്യപരമായി നിങ്ങൾക്ക് വിഷമതകളെല്ലാം തന്നെ ശമിച്ചു കിട്ടും. ബന്ധുക്കളിൽ നിന്നുള്ള അകൽച്ച അവസാനിക്കും. സന്താനങ്ങൾക്ക് രോഗാരിഷ്ടത. നിങ്ങളുടെ സുഹൃത്തുക്കളുമായി ചെറിയ പ്രശ്നങ്ങൾ ഉടലെടുക്കുകയും ശമിക്കുകയും ചെയ്യുന്നതാണ്. വിദ്യാർത്ഥികൾക്ക് പുതിയ കോഴ്സുകളിൽ പ്രവേശനം ലഭിക്കും. കലാ കായിക രംഗത്ത് വലിയ നേട്ടങ്ങൾ ഉണ്ടാകുന്നതാണ്. നിങ്ങൾക്ക് ഭൂമിയിൽ നിന്നും ധനലാഭം പ്രതീക്ഷിക്കാം. ഉദ്യോഗാർത്ഥികൾക്ക് അനുകൂലമായ ഉത്തരവുകൾ വന്നു ചേരും. തൊഴിൽപരമായി വളരെയധികം മേന്മ ഉണ്ടാകുന്ന കാലമാണ്. പുതിയ വസ്ത്ര ആഭരണങ്ങൾക്കായി പണം ചെലവഴിക്കേണ്ടി വരും. നിങ്ങൾ ദോഷശമനത്തിനായി വിഷ്ണു ഭജനം നടത്തുക. സാധുജനങ്ങൾക്ക് അന്നദാനം നടത്തുന്നതും വളരെയധികം ഗുണകരമാണ്. അടുത്തത് വൃശ്ചികം രാശിക്കാരാണ്. വിശാഖം അവസാന കാൽഭാഗം, അനിഴം തൃക്കേട്ട. സന്താനങ്ങൾക്കായി പണച്ചെലവുണ്ടാകും. നടപ്പാകില്ലെന്ന് കരുതിയ പല കാര്യങ്ങളും സാധിച്ചു കിട്ടുന്ന കാലമാണ്. പ്രത്യേകിച്ചും നിങ്ങളുടെ ദേഹസുഖം കുറയും. ഗൃഹത്തിൽ അറ്റകുറ്റപ്പണികൾ വേണ്ടിവരും. പുതിയ ജോലികളിൽ പ്രവേശിക്കുവാൻ അവസരമൊരുങ്ങുന്നതാണ്. നിങ്ങളുടെ അടുത്ത ബന്ധുക്കളുമായി നിലനിന്നിരുന്ന തർക്കങ്ങളെല്ലാം തന്നെ അവസാനിച്ച് കിട്ടുന്നതാണ്. സകുടുംബം യാത്രകൾ ഉണ്ടാകും. തൊഴിൽ സംബന്ധമായുള്ള യാത്രകളും വേണ്ടിവരുന്ന കാലമാണ്. വളരെയധികം ആഗ്രഹങ്ങൾ നിറവേറും. രോഗാദി ദുരിതങ്ങളിൽ നിന്നും മുക്തിയുണ്ടാകും. ബന്ധുജനങ്ങളിൽ നിന്നും സഹായം ലഭിക്കുന്നതാണ്. ആരോഗ്യപരമായി ജലജന്യ രോഗങ്ങൾ പിടിപെടാം. തൊഴിൽപരമായുള്ള മാറ്റങ്ങളും ഉണ്ടാകും. അനാവശ്യമായ മാനസിക ഉത്കണ്ഠ മൂലം ഗൃഹസുഖം കുറയാതെ ശ്രദ്ധിക്കുക. പ്രവർത്തനങ്ങളിൽ വിജയമുണ്ടാകുന്നതാണ്. ബന്ധുജന സമാഗമം ഉണ്ടാകും. ഉദര സംബന്ധമായി വിഷമതകൾക്കായി ഔഷധം വേണ്ടിവരും. അടുത്ത ബന്ധുക്കൾക്ക് രോഗാദി ദുരിത സാധ്യതയുണ്ട്. സർക്കാരിലേക്ക് ചെറിയ പിഴകൾ അടയ്ക്കേണ്ടി വരുന്ന കാലമാണ്. വ്യവഹാരങ്ങൾ നടത്തുന്ന ആളുകൾക്ക് വളരെയധികം വിജയമുണ്ടാകും. മനസ്സിന് സന്തോഷക സൂചകമായ നല്ല വാർത്തകൾ ശ്രവിക്കുവാനും സാധിക്കുന്നതാണ്. ദോഷശമനത്തിനും ഗുണവർദ്ധനവിനുമായി ശ്രീകൃഷ്ണ ഭജനം നടത്തുക. ബുധനാഴ്ച ദിവസങ്ങളിൽ ശ്രീകൃഷ്ണ സ്വാമിയെ ദർശിച്ച് പ്രാർത്ഥിക്കുക. നിത്യേന ഭവനത്തിൽ നെയ്വിളക്ക് കൊളുത്തി ജപം നടത്തുന്നതും വളരെയധികം ഗുണകരമാണ്. അടുത്തത് ധനുരാശിക്കാരാണ്. മൂലം, പൂരാടം, ഉത്രാടം ആദ്യ കാൽഭാഗം. ജീവിത പങ്കാളിക്ക് വലിയ നേട്ടങ്ങളുണ്ടാകും. ആരോഗ്യപരമായ വിഷമതകളെല്ലാം തന്നെ ശമിച്ചു കിട്ടുന്നതാണ്. തൊഴിലിൽ വലിയ മാറ്റങ്ങൾ ദൃശ്യമാകും. നേട്ടങ്ങൾ ഉണ്ടാകുന്ന കാലമാണ്. അതായത് മാനസികമായ സന്തോഷം വളരെയധികം വർദ്ധിക്കുന്നതാണ്. കടമിടപാടുകൾ കുറയ്ക്കുവാൻ കഴിയും. വിദേശ ജോലിക്കുള്ള ശ്രമത്തിൽ വിജയം കാണുന്നതാണ്.
പ്രത്യേകിച്ചും ബന്ധുഗുണം അനുഭവിക്കും. യാത്രകൾ വളരെയധികം വേണ്ടിവരുന്ന കാലമാണ്. ദാമ്പത്യ സൗഖ്യമുണ്ടാകും. മാതാവിനോ മാതൃജനങ്ങൾക്കോ അരിഷ്ടതകൾ ഉണ്ടാകുവാൻ ഇടയുണ്ട്. തൊഴിൽ രംഗത്ത് അന്യരുടെ ഇടപെടൽ മൂലം ഇടയ്ക്ക് മനോവിഷമം ഉണ്ടാകും. പഠനത്തിലും ജോലിയിലും അലസത വെടിയുന്നതാണ്. മംഗളകർമ്മങ്ങളിൽ സംബന്ധിക്കുവാൻ സാധിക്കും. സൽക്കർമ്മങ്ങൾക്കായി പണം ചെലവിടേണ്ടി വരുന്ന കാലമാണ്. വിവാഹം ഉറപ്പിക്കുവാൻ കഴിയും. വാഗ്ദോഷം മൂലം അപവാദത്തിൽ അകപ്പെടാതെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. വാഹനങ്ങൾ കൈകാര്യം ചെയ്യുമ്പോഴും ശ്രദ്ധിക്കുക. കാലാവസ്ഥാജന്യ രോഗസാധ്യതയുണ്ട്. പ്രത്യേകിച്ചും ബുദ്ധിമുട്ട് നിറഞ്ഞ യാത്രകൾ വളരെയധികം ഉണ്ടാകുന്ന കാലമായതിനാൽ യാത്രകൾ ശ്രദ്ധിക്കുക. സഹപ്രവർത്തകർ നിമിത്തമായി മനോവിഷമം ഉണ്ടാകും. ഭാര്യ ഭർത്തൃ ബന്ധത്തിൽ നിലനിന്നിരുന്ന എല്ലാവിധ പ്രശ്നങ്ങളും ശമിച്ചു കിട്ടുന്ന കാലമാണ്. സ്വത്ത് സംബന്ധമായ തർക്കത്തിൽ നല്ല തീരുമാനമുണ്ടാകും. വിദേശത്തു നിന്നും നാട്ടിൽ തിരിച്ചെത്തുവാൻ സാധിക്കുന്നതാണ്. സാമ്പത്തികമായി ഇതുവരെ ഉണ്ടായിരുന്ന എല്ലാവിധ വിഷമതകളും മാറിക്കിട്ടുന്ന കാലമാണ്. അതുപോലെ പൊതുപ്രവർത്തന രംഗത്ത് വർദ്ധിക്കുന്നവർക്ക് പ്രശസ്തി വർദ്ധിക്കും. സുഹൃത്ത് സഹായം വർദ്ധിക്കുന്നതാണ്. ഗൃഹനിർമ്മാണത്തിൽ പുരോഗതി ഉണ്ടാകും. ഔഷധ സേവ അവസാനിപ്പിക്കുവാനും കഴിയുന്നതാണ്. പ്രത്യേകിച്ചും നിങ്ങളുടെ പഴയ സുഹൃത്തുക്കളെ കണ്ടുമുട്ടുവാനും സാധിക്കുന്ന കാലമാണ്. നിങ്ങൾ ഗുണവർദ്ധനവിനും ദോഷശമനത്തിനുമായി ശിവഭജനം നടത്തുക. അതായത് ജന്മനാളിൽ ശിവങ്കൽ ഭസ്മ അഭിഷേകം നടത്തുക. ഒപ്പം ദേവീക്ഷേത്രത്തിൽ ചുവന്ന പുഷ്പങ്ങളാൽ അർച്ചന നടത്തുന്നതും ഗുണകരമാണ്. അടുത്തത് മകരം രാശിക്കാരാണ്. ഉത്രാടം അവസാന മുക്കാൽ ഭാഗം, തിരുവോണം അവിട്ടം ആദ്യ പകുതി ഭാഗം. മാനസികമായി നിങ്ങൾക്ക് നിരാശ വർദ്ധിക്കുന്നതാണ്. സഹായ വാഗ്ദാനങ്ങളിൽ നിന്നും നിങ്ങളുടെ സുഹൃത്തുക്കൾ പിൻവാങ്ങും. പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ ജോലി ലഭിക്കുന്നതാണ്. ബന്ധുക്കൾ വഴി വരുന്ന വിവാഹാലോചനകളിൽ അനുകൂലമായ തീരുമാനമുണ്ടാകും. ഉപഹാരങ്ങൾ ലഭിക്കുവാനും ഇടയുള്ള കാലമാണ്. നിങ്ങൾ ഏറ്റെടുത്ത പ്രവർത്തനങ്ങളിൽ വിജയിക്കുവാൻ വളരെയധികം വിയർപ്പൊഴുക്കേണ്ടി വരും. മാനസികമായി നിലനിന്നിരുന്ന ആഗ്രഹങ്ങളെല്ലാം തന്നെ സാധിച്ചു കിട്ടുന്നതാണ്. സാമ്പത്തികമായ ഇടപാടുകളിൽ കൃത്യത പാലിക്കുവാൻ കഴിയാതെ വരും. മേലുദ്യോഗസ്ഥരുടെ പ്രീതിയുണ്ടാകും. ഗൃഹത്തിൽ നവീകരണ പ്രവർത്തനങ്ങൾ നടക്കുന്നതാണ്. കുടുംബജീവിത സൗഖ്യം വളരെയധികം വർദ്ധിക്കുന്ന കാലമാണ്. വിവാദപരമായ പല കാര്യങ്ങളിൽ നിന്നും മനസ്സിന് സുഖം ലഭിക്കും. വാഹനം മാറ്റി വാങ്ങുന്ന കാര്യം ആലോചനയിൽ വരുന്നതാണ്. കഫജന്യ രോഗങ്ങൾ പിടിപെടാം. ദീർഘയാത്രകൾ കഴിവതും ഒഴിവാക്കേണ്ടതാണ്. സാമ്പത്തികമായ ഇടപാടുകളിൽ വളരെയധികം ശ്രദ്ധിക്കുക. പൈതൃക സ്വത്തിൻ്റെ അനുഭവ ഗുണമുണ്ടാകും. ദാമ്പത്യ ജീവിതത്തിൽ ചെറിയ പിണക്കങ്ങൾ ഉടലെടുക്കുന്നതാണ്. മുതിർന്ന ബന്ധുക്കൾക്ക് അനാരോഗ്യം. ഏർപ്പെടുന്ന കാര്യങ്ങളിൽ വലിയ വിജയം, ഉയർന്ന വിജയം വിദ്യാഭ്യാസപരമായും തൊഴിൽപരമായും കൈവരിക്കുവാൻ കഴിയുന്നതാണ്. ഗുണവർദ്ധനവിനും ദോഷശമനത്തിനുമായി നിങ്ങൾ ശാസ്താഭജനം നടത്തുക. ശാസ്താവിങ്കൽ ദർശനം നടത്തി എള്ളുപായസം നിവേദിക്കുക. അതുപോലെ പുഷ്പാഞ്ജലി ഇവ നടത്തുന്നതും വളരെയധികം ഗുണകരമാണ്. അടുത്തത് കുംഭം രാശിക്കാരാണ്. അവിട്ടം അവസാന പകുതി ഭാഗം, ചതയം പോരുരുട്ടാതി ആദ്യ മുക്കാൽ ഭാഗം. വിദേശത്ത് കഴിയുന്ന ആളുകൾക്ക് നാട്ടിൽ തിരിച്ചെത്തുവാൻ സാധിക്കുന്നതാണ്. പൊതുപ്രവർത്തനങ്ങളിൽ വിജയം. വരവിനൊപ്പം നിങ്ങൾക്ക് ചെലവും അധികരിക്കുന്നതാണ്. സന്താന ഗുണമുണ്ടാകും. യാത്രകളിൽ ശ്രദ്ധ പുലർത്തുക. ഭവന നിർമ്മാണം നിങ്ങളുടെ പൂർത്തീകരിക്കുവാൻ സാധിക്കുന്ന കാലമാണ്. ആരോഗ്യപരമായി ഉദരസംബന്ധമായ രോഗങ്ങൾ പിടിപെടുവാനിടയുണ്ട്. രോഗാതി ദുരിതങ്ങൾ അനുഭവിക്കുവാൻ ഇടയുള്ള കാലമായതിനാൽ വളരെയധികം ശ്രദ്ധ പുലർത്തുക. ഗൃഹ അന്തരീക്ഷത്തിൽ പ്രശ്നങ്ങൾ ഉടലെടുക്കാം. സ്ത്രീ ജനങ്ങൾ മുഖേന കലഹമുണ്ടാകുവാൻ ഇടയുണ്ട്. ബന്ധുജനങ്ങളെ പിരിഞ്ഞു കഴിയേണ്ടി വരും. സുഹൃത്തുക്കളുടെ വിവാഹത്തിൽ സംബന്ധിക്കുവാൻ സാധിക്കുന്നതാണ്. വ്യവഹാരങ്ങളിൽ നിങ്ങൾക്ക് തിരിച്ചടി ഉണ്ടായേക്കാം. അശ്രദ്ധ വർദ്ധിച്ച് ചെറിയ വീഴ്ച, പരിക്ക് എന്നിവ സാധ്യതകളാണ്. പരിശ്രമിച്ച് കാര്യവിജയമുണ്ടാകും. മംഗല്യ ഭാഗ്യമുണ്ടാകും. മാതാപിതാക്കളുമായി അഭിപ്രായ ഭിന്നതയുണ്ടായേക്കാം. ലഹരി വസ്തുക്കളിൽ നിന്നും മുക്തി നേടാവുന്ന കാലമാണ്. കലാരംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകൾക്ക് പ്രശസ്തി വർദ്ധിക്കുന്നതാണ്. ഔദ്യോഗികപരമായി യാത്രകൾ വേണ്ടിവരും. ഗൃഹനിർമ്മാണത്തിൽ പുരോഗതി ഉണ്ടാകും. അതുപോലെ സന്താനങ്ങളില്ലാതെ വിഷമിച്ചിരുന്ന ആളുകൾക്ക് സൽസന്താന ഭാഗ്യമുണ്ടാകുന്ന കാലമാണ്.
കൂട്ടുകെട്ടുകൾ വഴി ആപത്തിൽ പെടുവാനും ഇടയുള്ള കാലമാണ്. സാമ്പത്തികമായി വളരെയധികം അച്ചടക്കം പാലിക്കേണ്ട കാലമായതിനാൽ സാമ്പത്തികമായി ശ്രദ്ധിക്കുക. ഗുണവർദ്ധനവിനും ദോഷശമനത്തിനുമായി സുബ്രഹ്മണ്യ ഭജനം നടത്തുക. ചൊവ്വാഴ്ച ദിവസങ്ങളിൽ വ്രതമെടുത്ത് സുബ്രഹ്മണ്യ ക്ഷേത്ര ദർശനം നടത്തുന്നതും വളരെയധികം ഗുണകരമാണ്. അടുത്തത് മീനം രാശിക്കാരാണ്. പൂരുട്ടാതി അവസാന കാൽഭാഗം, ഉത്രട്ടാതി രേവതി. സ്വന്തമായി ബിസിനസ് നടത്തുന്ന ആളുകളാണ് നിങ്ങളെങ്കിൽ വളരെ വലിയ ലാഭമുണ്ടാകും. ബന്ധുജന ഗുണം വർദ്ധിക്കുന്നതാണ്. പുണ്യക്ഷേത്രങ്ങൾ സന്ദർശിക്കുവാൻ കഴിയും. മാനസികമായി നിലനിന്നിരുന്ന ആഗ്രഹങ്ങളെല്ലാം തന്നെ സാധിച്ചു കിട്ടുന്ന കാലമാണ്. ആരോഗ്യപരമായി ചെവിക്ക് രോഗമുണ്ടാകുവാൻ ഇടയുള്ള കാലമാണ്. വാസസ്ഥാനത്തിന് മാറ്റത്തിന് സാധ്യതയുണ്ട്. തൊഴിൽ രംഗത്ത് നിലനിന്നിരുന്ന എല്ലാവിധ തടസ്സങ്ങളും മാറിക്കിട്ടും. യാത്രകൾ വഴി വലിയ നേട്ടമുണ്ടാകും. ഭവന നിർമ്മാണം പൂർത്തീകരിക്കുവാൻ സാധിക്കുന്നതാണ്. അതുപോലെ രോഗാവസ്ഥയിൽ കഴിയുന്ന ആളുകൾക്ക് വളരെ വലിയ ആശ്വാസമുണ്ടാകും. ഉദ്യോഗാർത്ഥികൾക്ക് അനുകൂലമായ സമയമാണ്. നിങ്ങൾക്ക് താൽക്കാലികമായ ജോലിയെങ്കിലും സ്ഥിരപ്പെട്ട് കിട്ടുന്നതാണ്. കുടുംബ സുഹൃത്തുക്കളിൽ നിന്നും പെരുമാറ്റം മൂലം വളരെയധികം വിഷമം സൃഷ്ടിക്കും. വിദേശ യാത്രാശ്രമം വിജയിക്കുന്നതാണ്. നല്ല കാര്യങ്ങൾക്കായി പണം മുടക്കേണ്ടി വരും. വിദേശ തൊഴിൽ ശ്രമത്തിൽ അനുകൂലമായ മറുപടികൾ ഉണ്ടാകും. യാത്രകൾ വഴി നേട്ടമുണ്ടാകുന്നതാണ്. സുഹൃത്തുക്കൾക്കായി പണച്ചെലവുണ്ടാകും. നിങ്ങൾ ഏറ്റെടുത്ത പ്രവർത്തനങ്ങളിലെല്ലാം തന്നെ വിജയിക്കുവാൻ വളരെ വലിയ ശ്രമം നടത്തേണ്ടി വരുന്നതാണ്. കുടുംബപരമായ പ്രശ്നങ്ങളിൽ ഇടപെടേണ്ടി വരും. പ്രധാന തീരുമാനങ്ങൾ മാറ്റി വെക്കേണ്ടിയും വന്നേക്കാം. പ്രധാന തൊഴിലിൽ നിന്നല്ലാതെ നിങ്ങൾക്ക് അപ്രതീക്ഷിതമായ ധനവരുമാനമുണ്ടാകും. അതായത് ലോട്ടറി, ചിട്ടി, നറുക്കെടുപ്പ് എന്നിവയിൽ നിന്നും ധനനേട്ടം പ്രതീക്ഷിക്കാം. ഗുണവർദ്ധനവിനും ദോഷശമനത്തിനുമായി ഗണപതി ഭജനം നടത്തുക. ഭവനത്തിൽ ഗണപതി സങ്കല്പത്തിൽ ഭജിക്കുക. നാളിൽ ഗണപതി ഹോമം നടത്തുന്നതും വളരെയധികം ഗുണകരമാണ്. എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹവും കടാക്ഷവും ഈശ്വരനാമത്താൽ വന്നു ചേരട്ടെ.